നാമജപവും പിന്നെ മനസ്സിന്റെ ആരോഗ്യം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊന്ന് പറഞ്ഞു തരാം. ഈ ജപം എന്നുള്ളതിന് നമ്മുടെ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നാ പറയാ. 8 സ്റ്റെപ്പുകൾ. അതിൽ ധ്യാനമാണ് ജപം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. യമ നോൺ വയലൻസ്. കുറച്ച് സമയമെങ്കിലും മനസ്സ് വയലന്റ് അല്ലാണ്ടിരിക്കുന്നത് ഈ പ്രയർ കൊണ്ട് സാധിക്കും. ഓക്കെ, അത് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴാണ് ഭജൻസ് ആവുക. അല്ലാതെ മൈക്ക് സെറ്റില് അമ്പലത്തിൽ പാടുന്നത് ഭജനയല്ല. ഭജൻ എന്ന് പറയുന്നത് തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അത് ജനങ്ങളൊക്കെ കൂട്ടുചേരുമ്പോഴേ ഭജൻസ് ആവുള്ളൂ. അത് സത്സംഗിന്റെ ഭാഗമാണ്. അപ്പൊ ഒരാളെ ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ എനിക്ക് ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തോന്നുമ്പോൾ മനസ്സിന് സമാധാനം വരില്ലേ? ഓക്കെ, വളരെ ഡിസിപ്ലിൻഡ് ആയാൽ കുറെ പ്രശ്നങ്ങൾ കുറയും. അതാണ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ യമ നിയമ ആസന വളരെ സൗകര്യപ്രദമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതിനെയാണ് ആസനം എന്ന് പറയുക. അല്ലാണ്ട് തലകുത്തി നിൽക്കുന്നതല്ല. ഇന്ന് യോഗാസനത്തിൽ പലതും വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ്. കഷ്ടപ്പെട്ട് ചെയ്യേണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത്. സുഖാസനം തന്നെയാണ്. എങ്ങനെയാണോ എനിക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുക. താൽക്കാലികമല്ല, അത് പിന്നെ ഭാവിയിൽ എഫക്ട് ചെയ്യാത്ത വിധത്തിൽ ഇരിക്കാനും കൂടി പഠിക്കണം. ഓക്കെ, പിന്നെ പ്രാണായാമം. ഈ ബ്രീത്തിങ് വളരെ കൺട്രോൾ ചെയ്യാൻ നാമം ചൊല്ലുന്നത് വളരെ എഫക്ട് ചെയ്യും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യരുത് എന്നാ പറയാം. ഞാനിപ്പോ ഒരു നാമം ചെല്ലുമ്പോ തന്നെ രാമ 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 ഞാൻ ബ്രീത്തിങ് പ്രാക്ടീസാ ചെയ്യണത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാൻഡിങ് വരുമ്പോൾ അത് ഏത് റിതം ആയാലും ആ റിതത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഏത് പാട്ടുകാരനും ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണ്. അയാൾ പിന്നെ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യേണ്ട കാര്യമില്ല. സ്ഥിരമായിട്ട് ലെക്ചർ കൊടുക്കുന്ന ഞാൻ പിന്നെ എന്തിനാ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യണേ? രാവിലെ മുതലേ ഇതാ ചെയ്യണേ. ഓക്കെ, പ്രത്യാഹാരം എന്ന് പറയുന്നത് എന്റെ ഇന്ദ്രിയങ്ങളെ ബാക്കിയുള്ളതിൽ നിന്നും വലിച്ച് എന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരലാണ്. അത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭജന ചെയ്യുന്ന സമയത്ത്, ധ്യാനം ചെയ്യുന്ന സമയത്ത് എന്റെ ചിന്തകൾ വളരെ ഫോക്കസ്ഡ് ആവും. അത് അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സത്സംഗിലൂടെയുള്ള ഭജനയിലൂടെയുള്ള കൂട്ടായിട്ടുള്ള ഇത്തരം നാമജപങ്ങള് കുറെ ആൾക്കാർ ഇരുന്ന് ചെയ്യുമ്പോൾ അവരുടെ ഫ്രീക്വൻസികളൊക്കെ ഒരു ബാലൻസ്ഡ് ഫ്രീക്വൻസി ആയിട്ട് മാറും. അതിൽ ചിലര് വളരെ വേവ് ലെങ്ത് കൂടുതലോ കുറവോ ഉള്ളവരാണെങ്കിൽ അടുത്തിരിക്കുമ്പോൾ അവരൊക്കെ ഒന്നായിട്ട് മാറും. താൽക്കാലം ആയിട്ടെങ്കിലും അതൊരു പ്രാക്ടീസ് ആയാൽ അവരുടെയൊക്കെ ഒരു ഇന്റിമസി കൂടും എന്ന് പറയാറുണ്ട്. അങ്ങനെ പ്രത്യാഹാരം കഴിഞ്ഞ് പിന്നെ ധാരണ. എന്തിലാ ധാരണ വേണ്ടത്? ഞാൻ സഹസ്രനാമം ചെല്ലുമ്പോൾ ദേവിയുടെ രൂപങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അത് അർത്ഥമറിഞ്ഞ് ചെല്ലുമ്പോൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ വളരെ ഫോക്കസ്ഡ് ആവും. അർത്ഥം അറിഞ്ഞ് ചെല്ലുന്നതിനാണ് അർത്ഥം അറിഞ്ഞ് ചെല്ലാത്തതിനേക്കാളും ഗുണവും സുഖവും. പക്ഷെ പലരും വെറുതെ ചൊല്ലിക്കൂട്ടുക ചെയ്യുക. അതുകൊണ്ട് കാര്യമില്ല. അർത്ഥം അറിയണം, അതിന്റെ ഭാവം അറിയണം. ഓരോ തലങ്ങളിൽ നിന്ന് കയറി കയറി മുകളിലോട്ട് പോകണം നമ്മൾ. അപ്പോഴാണ് അതിന്റെ ഗുണം കൂടുക. സങ്കീർത്തനങ്ങളും നാമജപങ്ങളും മാത്രമാണ് കലിയുഗത്തിലെ ഫലം തരിക എന്നാ പറയാം. കാരണം ബാക്കിയുള്ള ആക്ടിവിറ്റികളൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സ്വയം ഉള്ളിലേക്ക് പോകുന്ന ഒരു കാലാണല്ലോ ഇപ്പൊ. കുറച്ചു പേരെങ്കിലും കൂടെ ഉണ്ടാവുമ്പോ കിട്ടുന്നൊരു സുഖം അതുണ്ടാവും. പിന്നെ കുറെ പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും സഹസ്രനാമം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എവിടുന്നാ പ്രസന്ന? ആതിര ഇപ്പൊ എവിടെയാ? ഡൽഹിയിലാണോ ആലപ്പുഴയാണോ? ഡൽഹിയിലാണ്. പ്രസന്ന എവിടെയാ? ഷാർജയിലാണ്. ഇപ്പൊ ഞാൻ പ്രസന്നക്ക് കുട്ടിയെ ഇഷ്ടപ്പെടുമ്പോ കുട്ടി എന്ത് പേരിലൊക്കെ വിളിക്കുക? ചക്കരെ, മുത്തേ, തങ്കം, പൊന്നെ എന്നൊക്കെ വിളിക്കുമല്ലോ അല്ലേ? അങ്ങനെ ദേവിയോട് വല്ലാതെ ഇഷ്ടം തോന്നുമ്പോൾ 1000 പേര് വിളിക്കുന്നതാണ്.
എനിക്ക് മക്കളോട് സ്നേഹമൊന്നുമില്ല, പക്ഷെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ലേ? അപ്പൊ ചെല്ലാൻ പഠിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് ഏത് ചെറുപ്പത്തിലാണ് ഏറ്റവും നന്നായിട്ട് ചൊല്ലി പഠിക്കാൻ പറ്റുക? ഇപ്പം 3 വയസ്സ് മുതൽ ഒരു കുട്ടിയെ ഏത് ശ്ലോകവും ചൊല്ലി പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷെ നിർബന്ധിച്ച് അടിച്ചു പഠിപ്പിക്കല്ല, കൂടെ ഇരുന്ന് ചൊല്ലുമ്പോൾ അറിയാതെ ചൊല്ലിപ്പോവും. പ്രാവശ്യം ഗുരുവായൂർ പോയ സമയത്ത് ലളിതാ സഹസ്രനാമത്തിന്റെ വലിയ പ്രിന്റുള്ള ഒരു ബുക്കാണ് തന്നത്. എന്ന് വെച്ചാൽ വയസ്സാകുമ്പോ കണ്ണ് കാണാതിരിക്കുമ്പോ കഷ്ടപ്പെട്ട് വായിക്കണ്ട, നന്നായിട്ട് വായിച്ചോട്ട് വെച്ചിട്ട് തന്നതായിരിക്കും. ഓക്കെ, ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല ആളാണ്. പിന്നെ അതിന് ക്ഷമയുമില്ല, അതിന്റെ കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല. പക്ഷെ അതിന്റെ ഓരോന്നിന്റെയും അർത്ഥം നോക്കി മനസ്സിലാക്കി പഠിക്കുകയാണ് എനിക്കിഷ്ടം. പഠിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലൊക്കെ പോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രയിൽ ഇത് ഉടനീളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണ് എന്ന് എപ്പോഴാണ് എന്നൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ അപ്പോഴേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലുതായ പിന്നെ മക്കൾ നമ്മൾ പറഞ്ഞൊന്നും കേട്ടു എന്ന് വരില്ലല്ലോ, അല്ലേ? അപ്പൊ ഏറ്റവും നല്ലത് എന്താന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിൽ പഠിപ്പിക്കുക തന്നെയാണ്. അവർക്ക് ബുദ്ധി വരുന്നതിനും വേറെ പഠിപ്പിക്കാന്നുള്ളത്. ബുദ്ധി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഓ ശരിയാണ്, ഇത് പഠിച്ചാൽ നന്നായിരുന്നു എന്നൊരു ബോധം അവർക്ക് വരും. എന്റെ മകനെയൊക്കെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചത് അവൻ ചെറുതാവുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഹൈസ്കൂളും കോളേജും ഒക്കെ ആകുമ്പോൾ അതൊക്കെ വിട്ടു. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു സമയം വരുമ്പോഴാണ് പഴയ പുസ്തകത്തെ പൊടിച്ചെടുത്തിട്ട് മനസ്സമാധാനം കിട്ടാൻ ഇത് കൊള്ളാൻ തോന്നിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടു വരും. അങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ താല്പര്യം എപ്പോഴാണ് വരുന്ന അറിയില്ല. അപ്പൊ ചെറുപ്പത്തിൽ പഠിച്ചാൽ കുറെ ഗുണം ഉണ്ടാവും എന്നർത്ഥം. എനിക്കൊന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ ഇതിനകത്ത് കയറിപ്പെടുന്നതിന് 40 വയസ്സുള്ളപ്പോഴാണ്. ഒരു സംശയം കൂടെ. ഇപ്പൊ ഓരോ ദിവസങ്ങളും ഓരോ ഡയറ്റീസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തുകൊണ്ടാ? അപ്പൊ തിങ്കളാഴ്ച ശിവൻ അല്ലെങ്കിൽ ലളിത, ചൊവ്വാഴ്ച ദുർഗ അല്ലെങ്കിൽ ഹനുമാൻ, അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ പിന്നിൽ എന്താ കാര്യം? സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും ഞായറാഴ്ച ഒരു ദിവസം ഹോളിഡേ ഉള്ളൂ. മനുഷ്യന്മാർ വിചാരിച്ചിട്ടുണ്ടാവും ശിവൻ 5 ദിവസം 6 ദിവസം ഹോളിഡേ കൊടുത്ത് ശനിയാഴ്ച മാത്രം വിളിച്ചുകൊണ്ടെന്നാ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ മലയാളത്തിൽ കേരളത്തിലുള്ള ചില മാഗസീനുകൾ ഉണ്ടല്ലോ, എല്ലാ വിഷ്ണു അമ്പലങ്ങളും വ്യാഴാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും അടച്ചിടാറുണ്ടോ? അയ്യപ്പന്റെ അമ്പലം ശനിയാഴ്ച മാത്രമേ തുറക്കാറുള്ളൂ? ദേവീക്ഷേത്രം വെള്ളിയും മാത്രമേ തുറക്കാറുള്ളൂ? ഇതിനേക്കാളും അത്ഭുതമുള്ള പണ്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി ഒരമ്പലത്തിൽ പോയപ്പോഴാണ് നല്ല തിരക്ക് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഈ ജനുവരി 1-ന് എന്താണ് ദേവീദേവന്മാർക്ക് ഇത്ര പ്രത്യേകത. അതൊരു കലണ്ടർ ഇയർ അല്ലേ? ഇല്ലേ? ഞായറാഴ്ചകളിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും തിരക്ക് ആണോ അല്ലയോ? ജനുവരി 1-ാം തീയതി എന്തിനാ അവിടെ തിരക്ക്? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ഈ കാണുന്ന തിങ്കൾ ചൊവ്വ 6 മണി 8 മണി എന്നൊക്കെ പറയുന്ന പ്രഭാത പൂജ എന്നൊക്കെ പറയുന്ന ആ അവസരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള ഒരു ചെറിയൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫുൾ ടൈം തുറന്നിരുന്നാൽ ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളത്, നമ്പർ 1. നമ്പർ 2, സാധാരണ സന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യയാണ്, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവുമാണ്. അപ്പോഴാണ് പ്രപഞ്ചത്തിലൊരു മാറ്റം ഉണ്ടാവുക. ആ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും അതിനുള്ള ഒരു ക്രിയാകർമ്മം ചെയ്യുമ്പോഴാണ് കുറച്ച് ഗുണം ഉണ്ടാവാന്ന് വെച്ചിട്ടാണ് 3 നേരത്തിലേക്ക് പൂജയെ സങ്കല്പിച്ചു വെക്കുന്നത്. പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എല്ലാ ദേവീദേവന്മാർക്കും ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ആ ഗ്രഹങ്ങൾക്ക് ശനി എന്ന് പേര് കൊടുത്ത് നമ്മളാണ് സാറ്റേൺ എന്ന പേര് വന്നത്. അത് ശനിയുടെ ദേവനായ അയ്യപ്പനുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുപോലെ വ്യാഴം എന്നുള്ളതിന് വിഷ്ണുവായിട്ടൊരു ബന്ധമില്ല. കാരണം വിഷ്ണു എന്ന് പറയുന്നത് വ്യാഴമാണെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് അർത്ഥമറിയാതെ, ഭാവമറിയാതെ, കാര്യങ്ങൾ അറിയാതെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു പോയതുകൊണ്ടുള്ളൊരു അബദ്ധമാണ്.
അതല്ലാതെ ഞായറാഴ്ച സൂര്യക്ഷേത്രവും ഉണ്ടോ? ഞായറാഴ്ച എന്ന് പറയുന്നത് രവിയാണെന്ന് പറഞ്ഞതുകൊണ്ട്, രവി സൂര്യനായതുകൊണ്ട് സൂര്യവംശജന്മാർക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് കൃഷ്ണൻ രാമനും അന്നാണെന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അസ്ട്രോളജിയും ദിവസങ്ങളും ഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഭഗവാന്മാരും ഒക്കെ ബന്ധമുണ്ടെങ്കിലും വല്ലാണ്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇതൊക്കെ. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട എന്നാണ് ഞാൻ പറയാം.